ഒക്ടോബർ 2 ഗാന്ധി ജയന്തി നാം അറിഞ്ഞിരിക്കേണ്ടത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 1869 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുതലിബായിയുടെയും മകനായി ജനിച്ചു. 14-ാം വയസ്സിൽ വിവാഹം. ഭാര്യ കസ്തൂർബ ഗാന്ധി. മക്കൾ 4. ലളിതമായ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ഗാന്ധിജി. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിച്ചു. അഹിംസയൂന്നിയ ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്. മനുഷ്യസ്നേഹം, ലാളിത്വം, ഈശ്വരഭക്തി, ഉന്നത ചിന്ത, മതസഹിഷ്ണുത എന്നിവ മരണം വരെ കാത്തുസൂക്ഷിച്ചിരുന്നു. ഗാന്ധിജിയുടെ പ്രൊഫഷൻ അഭിഭാഷക വൃത്തിയായിരുന്നു. അനീതിക്കെതിരെ പോരാടിയതിനാൽ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കുന്നത് ദക്ഷിണാഫ്രിക്കയാണ്. 1904 ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിച്ചു. 1915 സബർമതി തീരത്ത് ആശ്രമം സ്ഥാപിച്ചു. 1917 ഇന്ത്യയിലെ തൻ്റെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാര സത്യാഗ്രഹമായിരുന്നു. ഗാന്ധിജി ഇംഗ്ലീഷിൽ ആരംഭിച്ച വാരിക യങ് ഇന്ത്യയും ഗുജറാത്തി വാരിക നവജീവൻ എന്ന പേരിലും അറിയപ്പെട്ടു. ഗാന്ധിജിയുടെ വീട് ഇപ്പോൾ കീർത്തി മന്ദിർ എന്ന പേരിലും അറിയപ്പെടുന്നു. ഗാന്ധിജിയുടെ ആത്മകഥകൾ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ആത്മകഥ പുറത്തിറങ്ങിയ ഭാഷ ഗുജറാത്തിയും. ഇതിൽ പരാമർശിച്ച ഏക മലയാളി ബാരിസ്കർ ജി പിള്ളയുമാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു. ഗാന്ധിജിയുടെ സമരരീതി സത്യാഗ്രഹം എന്ന പേരിലും അദ്ദേഹത്തിൻ്റെ ആത്മീയ പിൻഗാമി വിനോബ ഭാവേയുമായിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ സഹന സമരങ്ങളിൽ ചിലതായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ തുടങ്ങിയവ. ആരെയും ഉപദ്രവിക്കാത്ത പ്രകൃതമായിരുന്ന ഗാന്ധിജി അക്രമരഹിത മാർഗത്തിലൂടെയായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. സ്വന്തം ജോലികൾ സ്വയം ചെയ്തിരുന്ന അദ്ദേഹം ചർക്കയിൽ സ്വയം നൂൽ നൂറ്റിരുന്നു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. സത്യം ദൈവമാണ്. ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ഭാവി. ക്ഷമിക്കുക എന്നത് ശക്തരുടെ ഗുണമാണ്. ദുർബലർക്ക് ക്ഷമിക്കാൻ കഴിയില്ല. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം തുടങ്ങിയവ ഗാന്ധിജിയുടെ തത്വങ്ങളും ആശയങ്ങളും മഹത്വാക്യങ്ങളുമായിരുന്നു. 1948 ജനുവരി 30 മതഭ്രാന്തനായ നാഥൂറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് ആ വലിയ ദീപം എന്നേക്കുമായി കെട്ടണഞ്ഞു. ഞങ്ങളുടെ സംസാരത്തിൽ എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തി സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.